ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ മന്ത്ലി പർച്ചേസ് ചെയ്യാറ്, വീക്കിലിയാണ് പർച്ചേസിങ് കേട്ടോ. നമ്മുടെ ഈ വീക്കിലി പർച്ചേസിൻ്റെ മെയിൻ തിങ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് അൽമദീന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നാണ് ഞങ്ങളുടെ മെയിൻ ഫുഡ് അടി. ഞങ്ങളാണെങ്കിൽ നല്ല വിശന്നിട്ട് നല്ല താറാവ് റോസ്റ്റൊക്കെ സ്വപ്നം കണ്ടിട്ട് പോയത് കേട്ടോ. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കട അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. സങ്കടമൊന്നുമില്ല, നമ്മൾ എവിടെ പരിപാടി വെച്ചാൽ തന്നെയാണല്ലോ അവസ്ഥ. അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. മദീനയുടെ അകത്ത് കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബ്രോസ്റ്റഡ് കണ്ടു കേട്ടോ. അത് കണ്ടാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു പാവല്ലേ, എന്നാൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നന്നായിട്ട് ഫുഡ് അടിച്ചു. പിന്നെ നമ്മൾ നേരെ പർച്ചേസിലോട്ട് പോട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവരവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഞങ്ങൾ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. പിന്നെ ഫുൾ അത് കൂടെ ഒരു കറക്കണം കേട്ടോ. നമുക്കൊന്നും മേടിക്കാനൊന്നും ഇല്ലെങ്കിലും ഇത് കൂടെ അങ്ങനെ കറങ്ങും. പിന്നെ ഞാൻ വരുന്ന സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇത്. വേറെ എവിടെ പോയില്ലെങ്കിലും ഇവിടെ എന്തായാലും വരും. പക്ഷേ അവിടെ പുതിയ കളക്ഷൻസ് ഒന്നും വരാറില്ല കേട്ടോ. പക്ഷെ എന്നാലും അവിടെ പോയിട്ട് നിന്ന് നോക്കിയാലാണ് എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ മേലെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തോട്ട് പോകുന്നു ഞങ്ങൾ. അപ്പോൾ ഫിഷ് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ചില വീക്കിൽ മാത്രമേ മേടിക്കാറുള്ളൂ. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്ര ഓക്കെ അല്ല ഫിഷ് ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് അധികം ചിക്കനിലോട്ടാണ് ഞങ്ങളുടെ കണ്ണ് പോവാറ്. അങ്ങനെ ചിക്കൻ മേടിക്കാൻ വേണ്ടി ഹസ്ബൻഡ് അവിടെ നിന്നു. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി എടുത്ത വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച മേടിച്ച കുറച്ച് ഐറ്റംസ് ഉള്ളതുകൊണ്ട് കുറേ പർച്ചേസ് ചെയ്തില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇപ്രാവശ്യം കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടി നിന്നാ കേട്ടോ. പിന്നെ നമുക്ക് പൊടി ഐറ്റംസ്, ഈ അരിപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പാല്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ. അതിനിടയിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ, ടോട്ടൽ ബില്ലിങ്. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ചായ മാത്രമല്ല, ഞങ്ങൾ നല്ല കിഴിപ്പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇലയിൽ വഴിയിട്ടുള്ള കിഴിപ്പൊറോട്ട കണ്ടാൽ പിന്നെ മേടിക്കാതിരിക്കുമോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനിവിടെ നമുക്ക് മദീനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൂപ്പൺസൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാന്നുള്ളതല്ലേ, എന്താ കണ്ടോ മദീനയുടെ ഫ്രണ്ടിലാണ് സൂപ്പർ കാറ് കിടക്കുന്നത്. അതിലൊരെണ്ണം ഞങ്ങൾക്കുള്ളതാണ്. ആഗ്രഹിക്കുന്നതിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ടല്ലോ. കൂപ്പൺസ് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പർച്ചേസിനനുസരിച്ചിട്ടാണ് കേട്ടോ. പർച്ചേസിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂപ്പൺസ് കിട്ടുക. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും അതൊരു മലയാളിക്ക് അടിക്കണേന്ന് കേട്ടോ എൻ്റെ പ്രാർത്ഥന. ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.